സണ്ണിച്ചൻ എന്തിയെ മോളെ? ഡ്രസ്സിങ്ങിന് കൊണ്ടുപോയോ? ഇല്ല, അകത്തുണ്ട്. പിന്നെ നീ എന്നാത്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇപ്പോഴേ നമുക്കാർക്കും അകത്തേക്ക് പ്രവേശനമില്ല. മഹാരാജാവ് മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട്. മഹാരാജാവോ? എന്നതാ നീ പറയുന്നേ? സത്യം അമ്മച്ചി, പൂക്കാടൻ മഹാരാജാവേ മോനെ കാണാൻ എഴുന്നള്ളിയിട്ടുണ്ട്. എന്റെ മാതാവേ, നേരാണോടി? ഇല്ലെങ്കി പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കോ? മോനോടെന്തോ പറയാനുണ്ട് പോലും. അത് വേറെ ആരും കേൾക്കാൻ പാടില്ലാത്ത മഹാരഹസ്യമാണെന്ന്. രഹസ്യോ? എന്നെ രഹസ്യമാ? ആർക്കറിയാം. മോളെ കേസിന്ന് ഊരിയെടുക്കാൻ പുതിയ അടവും കൊണ്ടുവന്ന വരവായിരിക്കും. അല്ലാതെ ചാകാറായി കിടക്കുന്ന മോനെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതൊന്നും അല്ല പൂക്കാട മുതലാളിന്ന് എനിക്കറിയാം. കാണാൻ വന്നതാണോ അതോ കൊല്ലാൻ വന്നതാണോ എന്ന് പോയി നോക്കമ്മച്ചി. നിന്റെ അപ്പച്ചൻ എന്നാത്തിനാടാ വന്നത്? അപ്പോ പൗലോസ് മുതലാളി അമ്മച്ചിയും കണ്ടായിരുന്നോ? എന്നാ പറഞ്ഞു? എന്നോട് എന്നാ പറയാനാ? പതിവ് പോലെ മുഖം വീർപ്പിച്ചു പോയി. നിന്നെ കാണാൻ വന്നത് എന്നാത്തിനാണെന്ന് പറഞ്ഞേ നീ? ആ പോയ മുതല് എന്നാത്തിനാ വന്നതെന്ന് എന്റെ അന്നക്കൊച്ചിന് കേൾക്കണോ? എന്റെ കാല് പിടിക്കാൻ. കാല് പിടിക്കാനോ? ഒന്ന് പോടാ, വെറുതെ കളിതമാശ പറയാതെ. ഇത്രയും നാള് ജീവിച്ചിട്ട് കർത്താവിന്റെ കാല് പിടിച്ച് കേഴാൻ തോന്നാത്ത ആളാ ഇനി നിന്റെ കാല് പിടിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് തമാശയല്ല എന്റെ അമ്മച്ചി. സത്യമായിട്ടും എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ തന്നെയായിരുന്നു ആ വരവിന്റെ ഉദ്ദേശം. കാര്യം വേറൊന്നുമല്ല. ഞാൻ കാരണം എന്റെ കൂടപ്പറപ്പുകൾ ജയിലിൽ കയറാൻ ഇടയാകരുത്. അപ്പോ അത് ചെയ്തതും ചെയ്യിച്ചതും ഒക്കെ അവരാണെന്ന് പൗലോസ് സാറ് സമ്മതിച്ചിരിക്കുന്നു അല്ലേ സണ്ണിച്ചായ? അത് പിന്നെ അങ്ങനെ വേണമല്ലോടി. പാപ്പിച്ചായന്റെ പുന്നാര മോള് വീണ്ടും ജയിലിലേക്ക് താമസം മാറ്റേണ്ടി വരുമോ എന്നുള്ള പേടിയാ മൂപ്പർക്ക്. അതുകൊണ്ടാ ഇങ്ങ് താഴോട്ട് ഇറങ്ങി വരാൻ മുതലാളി തയ്യാറായത്. എന്നിട്ട് നീ എന്നാ പറഞ്ഞടാ മോനെ? ഞാൻ എന്ത് പറയണമെന്നുള്ള കൺഫ്യൂഷനില്ല അന്നമ്മച്ചി. എന്തിനാ ഇത്ര കൺഫ്യൂഷൻ? എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ലായിരുന്നോ സണ്ണിച്ചായന്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും സണ്ണിച്ചായനെ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കോലത്തിലാക്കിയിട്ട് കാലി പിടിക്കാൻ വന്നിരിക്കുന്നു. നാണോ ഇല്ലല്ലോ അയാൾക്ക്? ഇത് ചെയ്തത് അവരാണെങ്കിലേ അതിനുള്ള ശിക്ഷ അവരനുഭവിക്കുക തന്നെ വേണം. അതാ വേണ്ടത്. മക്കളെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വന്നേക്കുന്നു. പൗലോസ് അച്ചായന് രക്ഷകനാകാനേ കഴിയുള്ളടി. എന്ത് തോന്നിയാസം ചെയ്താലും അപ്പൻ പിന്തുണയുമായി കൂടെ ഉണ്ടാകുമെന്ന് എന്റെ കൂടപ്പറപ്പുകൾക്ക് നന്നായി അറിയാം. അതാണ് അവരുടെ ഏറ്റവും വലിയ ശാപവും. നീ പറഞ്ഞതാ അതിന്റെ ശരി. പക്ഷേ കണ്ണും പൂട്ടി അവരെ കൽത്തുറങ്ങിലേക്ക് പറഞ്ഞുവിടാൻ അവര് പൂക്കാടൻ പൗലോസിന്റെ മാത്രം മക്കളല്ലല്ലോടി, എന്റെ ഈ പാവ അന്നമ്മച്ചിയുടെയും കൂടെയല്ലേ. നൊന്ത് പ്രസവിച്ച മക്കളെ കയ്യാമ്മ വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാൻ എന്റെ ഈ അന്നക്കൊച്ചിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരോട് ഞാൻ ക്ഷമിച്ചില്ലേല് പിന്നെ അവരും ഞാനും തമ്മിൽ എന്നതാടി വ്യത്യാസം? അല്ലയോ അമ്മച്ചി? പൂക്കാടൻ പൗലോസ് കാല് പിടിച്ചതുകൊണ്ടാ ഞാനത് വിട്ടുകളഞ്ഞതെന്ന് പുള്ളിക്കാരനങ്ങ് വിചാരിച്ചോട്ടെ. എന്റെ അന്നമ്മച്ചിക്ക് വേണ്ടിയാ ഞാനത് ചെയ്യുന്നതെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ മക്കളെ, നീ അമ്മച്ചിയുടെ പുണ്യമാണ്. എന്റെ പൊന്നു മക്കളെ.
അവനോടെ ബെന്നി. ആ ചാച്ച ഞാനിവിടെ ഉണ്ട്. ഞാൻ വക്കീലിനെ വിളിച്ചായിരുന്നു. ചാച്ചൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞു. നിന്നെ ആ CA അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് നീ അവരെ പോയി കണ്ടിരുന്നോ? ഓ എന്നെ തന്നെ ചാച്ച. അവര് നമ്മളെയൊക്കെ ഒന്ന് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ നമ്പറായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. ആദ്യം മോളെ കൊണ്ടുപോയി വരട്ടുക, ഇനിയിപ്പോ ഞാൻ. നമ്മുടെ മുന്നിൽ സ്റ്റാറാവാൻ കിട്ടുന്ന അവസരം അവര് ശരിക്കും അങ്ങ് ഉപയോഗിക്കല്ലേ. ആ ഒരവസരം ഒത്തു കിട്ടിയ അതാരായാലും പരമാവധി ഉപയോഗിക്കണ്ടടാ. ഇല്ലേലും എന്നതായാലും ഒരു രസം ഇല്ലടാ. പോയി ഏതായാലും യൂണിഫോമിൽ അവള് നേരിട്ട് വന്ന് നിന്നെ ക്ഷണിച്ചതല്ലേ. ഒന്നുപോയി തല കാണിച്ചിട്ട് പോന്നേക്ക്. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലേ, പിന്നെ നമ്മൾ എന്നാ പേടിക്കാനാ? നീ പോയി നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ പോരെ. അതിന്റെ കാര്യമില്ലോ അച്ഛാ. ഞാൻ നമ്മുടെ വക്കീലിനെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. പോയി മുഖം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് അയാൾ പറഞ്ഞേ. അഥവാ ഇനി അന്വേഷിച്ച് വന്നാ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞേക്കാനും പറഞ്ഞു. വക്കീൽ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ബെന്നിയെ. കാരണം അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാണല്ലോ. പൂക്കാടൻ അങ്ങനെ കാശ് കൊടുത്ത് മണ്ടന്മാരെ വെക്കാറില്ലെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. ചാച്ചൻ എന്നെ അങ്ങനെ പറഞ്ഞേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? കൂട്ടത്തിൽ നിന്നിട്ട് കുതുകാല് വെട്ടുന്നവരോട് ഇങ്ങനെ സംസാരിക്കാനേ എനിക്കറിയൂ. അക്കാര്യത്തിൽ മക്കളായാലും ശരി മരുമക്കളായാലും ശരി, അക്കാര്യത്തിൽ ഒരു കൺസെഷൻ എൻ്റെ അടുത്ത് കിട്ടില്ല. എന്നതാ ഞാൻ പറഞ്ഞത്? പൊന്നുമോൻ ഇപ്പോഴും തലയിലോട്ട് അങ്ങോട്ട് കേറിയില്ലേ? ചാച്ചൻ എന്നതാ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലായില്ല. വേണ്ടടാ മോനെ ബെന്നിയെ, ഇതിനേക്കാൾ വലിയ വേഷം കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് ഈ പൂക്കാടൻ. അതുകൊണ്ട് എന്റെ മുന്നിൽ അധികം ഒടിയം പറയാൻ നിൽക്കല്ലേ. ഞാൻ എന്നതാ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? സണ്ണിച്ചൻ എങ്ങനെയാണ് ആശുപത്രിയിലായത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം. അയ്യോ ചാച്ച, എന്നതാ ഈ പറയുന്നേ? അയാൾക്കിട്ട് ആരോ പണി കൊടുത്തതിന് ഞാൻ എന്നെ വിളിച്ചുന്നാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ചാച്ചനോട് പറയാതിരിക്കോ? ചാച്ചനോട് പറയാതെ നീ പല മിടുക്കും കാണിക്കുന്നുണ്ടെന്ന് വൈകിയ എന്റെ ചെവിവട്ടത്ത് എത്തിയത്. പക്ഷേ സണ്ണിയുടെ കാര്യത്തിൽ നിന്റെ പങ്ക് എന്നതാണേലും അത് നീ ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി. പിന്നെ അതിന്റെ പേരിൽ എന്റെ പെങ്കൊച്ചിനെ ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിൽ വരാൻ ഇറങ്ങാൻ വിടുകയല്ല ഞാൻ. ഞാൻ പറഞ്ഞ സത്യ ചാച്ച. ആ പ്രശ്നത്തിൽ എനിക്ക് യാതൊരു മനസ്സറിവില്ല. ഇല്ലെങ്കിൽ നിനക്കൊള്ളാം. എങ്കിൽ ആ കാര്യം നീ പോയി ആ പോലീസ് പെണ്ണുമ്പിള്ളയെ ബോധ്യപ്പെടുത്തണം. അതല്ല അപ്പോഴും നിനക്കതിൽ പങ്കുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ പിന്നെ എല്ലാം നിങ്ങൾ തമ്മിൽ ആയിക്കോണം. കേസ് നടത്താനോ ജാമ്യം കെട്ടാനോ കൈക്കൂലി കൊടുക്കാനോ ഒന്നും ഈ പൂക്കാടിന്റെ പത്തായത്തിൽ നിന്ന് കിട്ടുമെന്ന് എന്റെ പൊന്നുമോൻ പ്രതീക്ഷിക്കണ്ട. ചില്ലി കാശ് ഞാൻ തരുകയില്ല, ആരെ കൊണ്ടും റെക്കമെൻഡും ചെയ്യിക്കല. കാണട്ടെ പൊന്നുമോന്റെ മിടുക്ക്. ആശുപത്രി കയറി അവനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ചെയ്തവനെയും ചെയ്യിച്ചവനെയൊക്കെ അവന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും മോഹിക്കണ്ട. തെളിവ് സഹിത പിടിവീഴാൻ പോകുന്നത്. എന്നതാടി അങ്ങേര് ഒരുമാതിരി ചൊറിഞ്ഞുള്ള സംസാരം? ഇനി നിന്റെ വായിന്ന് വല്ലതും കെട്ടി എഴുന്നള്ളിച്ച് കൊടുത്തൂടി അസത്തെ? എനിക്ക് കെട്ടി എഴുന്നള്ളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ചാച്ചൻ പൊട്ടനും കുരുടനൊന്നും അല്ലല്ലോ. ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ അങ്ങേർക്ക് കാര്യം മനസ്സിലാവും. എന്നതാടി നിനക്കൊരു മൂപ്പിക്കല്? ആരുടെ ബലം കണ്ടുകൊണ്ടാടി? എനിക്ക് ആരുടെ ബലം വേണ്ട ബെന്നിച്ചായ. ഇനി ആ പേരും പറഞ്ഞ് എന്നെ മുറിയിലോട്ട് വിളിക്കാതിരുന്നാ മതി. ഇത്രയും നാളും കാശില്ലെന്നായിരുന്നു ഗൗരി പറഞ്ഞ എക്സ്ക്യൂസ്. ഇനിയിപ്പോ ആ കാരണം കൊണ്ട് പഠിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ നമുക്ക് ആരെങ്കിലും പിടിച്ച് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഗൗരി മുടങ്ങിപ്പോയ പഠിപ്പ് തുടരണം. ഇതാണ് എന്റെ അഭിപ്രായം. കറക്റ്റ് മോളെ, ഇവൻ പറയുന്നതാണ് കറക്റ്റ്. എത്രയും പെട്ടെന്ന് മോള് പഠിച്ച് വലിയൊരു ഡോക്ടർ ആവണം. പിന്നെ ഒന്നുകൊണ്ടും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ദേ ഈ കുഞ്ഞിനെ നിനക്ക് നല്ല നിലയിൽ വളർത്താനും പറ്റും. അപ്പോ നാളെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി പോയി ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം.
നീ എന്താ മോളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഡോക്ടർ പരീക്ഷ പാസ്സാവണ്ടേ നിനക്ക്? ഞാൻ പറയുന്നത് ഇപ്പൊ ഇത് വേണ്ടെന്നാ. വേണ്ടെന്നോ? എന്തോന്നാ ഗൗരി പറയുന്നത്? തനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചാൻസാ ഇത്. കോഴ്സ് മുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയായാലും വേണ്ടില്ല, താൻ അതിന് ശ്രമിച്ചേ പറ്റൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശങ്കർ. ഇക്കാമ്മ തന്ന ഈ പണം കൊണ്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എത്ര നാൾ? ഈ തുക കൊണ്ട് എത്ര നാൾ പഠിക്കാൻ പറ്റും? കൂടിപ്പോയ 1 വർഷത്തെ പഠിപ്പ് സ്മൂത്ത് ആയിട്ട് നടത്താൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ വർഷങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും? അത് അപ്പോഴത്തെ കാര്യമല്ലേ. അതിനുള്ളിൽ ബാക്കി കാശ് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് നമുക്ക് തോന്നുന്നതാ. ലക്ഷങ്ങൾ എനിക്ക് വേണ്ടി മുടക്കാൻ ആര് തയ്യാറാവും? ഇയാളെ കൊണ്ട് പറ്റൂ? എന്നെ കൊണ്ട് പറ്റൂ? അപ്പൊ പിന്നെ ചെലവാക്കി ഈ പണവും കൂടി വെറുതെ പോവും. ഇക്കാമ്മ ദാനം തന്ന ഈ കാശ് ഒരു പ്രയോജനം ഇല്ലാതെ പോവരുത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രാക്ടിക്കലായി മറ്റെന്തെങ്കിലും ആലോചിക്കാം. പിന്നെ എന്ത് വേണമെന്ന് ഇയാൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഈ തുക വരുമാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. ഇപ്പൊ അതാണ് ഏറ്റവും അത്യാവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുമാനം കിട്ടുന്ന മാർഗം എന്ന് പറയുമ്പോ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയാണോ ഭാഗ്യക്കുറി പറയുന്നത്? അതെ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ കുഞ്ഞിനും ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയാലോ. ഇപ്പൊ തന്നെ വാടകയും വീട്ടുചെലവും ഒക്കെ ഇയാളുടെ കയ്യിൽ നിന്നാവുമല്ലേ. ഈ പണം അങ്ങനെ എന്തേലും കാര്യത്തിനെടുത്താ തന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അത് മാത്രമല്ല, നമ്മൾ തുടങ്ങുന്ന ബിസിനസ് രക്ഷപ്പെട്ട അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് പഠിപ്പും തുടരാം. ആ, അങ്ങനെയാണെങ്കിൽ അതാ മോളെ നല്ലത്. വരുമാനം കിട്ടുവാണെങ്കിൽ പഠിത്തവും നടക്കും, സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യാം. ഈ ബിസിനസ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ എന്ത് തുടങ്ങുന്നുള്ളതാ? എന്നാ ഞാനൊരു ഉപായം പറയട്ടെ. നമുക്ക് പണം പലിശക്ക് കൊടുക്കുന്നതിന് അവിടെ തുടങ്ങിയാലോ? അതാവുമ്പോ പെട്ടെന്ന് കാശ് വാരോ. 100-ന് 10-ഉം 15-ഉം അല്ലയോ പലിശ വാങ്ങുന്നത്? അത് വേണ്ട സുന്ദരമാമ. കൊള്ള പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാട് നമുക്ക് വേണ്ട. അത് ശരിയാ. ഇവള് പോയി ചോദിച്ച ആരാ മുതലും പലിശയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നത്? വാങ്ങുന്ന ഒരു ചക്കരയും പഞ്ചാരയൊക്കെ പറഞ്ഞ് വാങ്ങും. തിരിച്ചു ചോദിക്കുമ്പോ അവരുടെ വായുന്നല്ല പുളിച്ചതും പുഴുത്തതും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പലിശ പരിപാടി നോക്കാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിലിരുന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എന്തെങ്കിലും തന്റെ മനസ്സിലുണ്ടോ? നമുക്ക് വല്ല അച്ചാറോ പലഹാരമോ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി നോക്കിയാലോ? സഹായത്തിന് ആ കൊച്ചിനോടും കൂടി നിൽക്കാൻ പറയാം. അതാവുമ്പോ ഓർഡർ പിടിക്കാനും കടയിൽ സാധനങ്ങൾ എത്തിക്കാനും ഒക്കെ ആളാവുമല്ലോ. കൊള്ളാം, അത് നല്ല ഐഡിയ. അങ്ങനെയാണെങ്കിൽ ഈ പിക്കിൾ ഐറ്റത്തിന് പകരം നമുക്ക് പലഹാരം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിക്കിൾസ് ഒക്കെ ഇപ്പം ബ്രാൻഡഡ് ഐറ്റംസ് നോക്കി ആൾക്കാർ വാങ്ങിക്കാറുള്ളൂ. അതാ എന്റെ മനസ്സില്. പക്ഷെ ഇതൊക്കെ ആരുണ്ടാക്കും എന്നുള്ളതാ. ആ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. എത്ര കൂട്ടം ഏതെല്ലാം പലഹാരം വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാ മതി, ഈ ഇക്കാവ് ശരിയാക്കി തരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്ത് തുടങ്ങണമെന്ന് തീരുമാനിക്കണം. അതിന് തീരുമാനിക്കാനൊന്നുമില്ല ഭാഗ്യക്കുറി. ഈ പറഞ്ഞ പലഹാര കച്ചവടം തുടങ്ങിയാൽ മതി. അതാകുമ്പോ നമുക്ക് റിസ്ക് ഇല്ലല്ലോ. കുഞ്ഞിന്റെ കാര്യം തനിക്ക് നോക്കുകയും ചെയ്യാം. പോരാത്തതിന് കാര്യങ്ങൾ നോക്കി നടത്താൻ ഇപ്പൊ ഞാനും ഉണ്ടല്ലോ. അത്യാവശ്യം ചില കടകളിൽ കോണ്ടാക്ട്സ് ഉള്ളത് കൊണ്ട് ഓർഡർ പിടിക്കാൻ ഞാനും ഇറങ്ങാം. ഓ, അതിനിപ്പം നിന്റെ സഹായം എത്ര കാലമെന്ന് വെച്ചാ കൊച്ചനെ? നിന്റെ കല്യാണമൊക്കെ ഉറച്ചിരിക്കുകയാണെന്ന് അവള് പറഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ് നീ അങ്ങ് പോവില്ലേ? അതുകൊണ്ട് അത് കൂട്ടാതിരിക്കുക ഭേദം. അപ്പൊ നിങ്ങളങ്ങ് ഫിക്സ് ചെയ്താൽ മതി. കഴിയുമ്പോൾ ഞാനും സഹായിക്കാൻ പറ്റുന്ന സമയമുള്ളതുപോലെ. മോളെ, എന്തേക്കമ്മേ? നീ എന്താ ഇവിടുന്ന് കരയാണോ? കരയാനോ? ഞാനോ?
ഈ ഇക്കാമയ്ക്ക് ഇതെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് എന്തോ പറ്റിയെന്ന്. ഒന്നുമില്ല എന്റെ ഇക്കാമേ, എന്റെ കണ്ണിലൊരു കരട് പോയതാ. കരട് പോയത് നിന്റെ കണ്ണിലല്ലടി, നിന്റെ മനസ്സിലാ. സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടമായിരുന്നില്ലേ? ആരെ? ഈ ഇക്കാമയ്ക്ക് വട്ടം. അയാൾ എന്റെ ഒരു നല്ല സുഹൃത്ത്, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു നല്ല മനുഷ്യൻ. ആ രീതിയിൽ അയാൾ എനിക്കിഷ്ടം. അല്ലാതെ ഇക്കാമ കരുതും പോലെയുള്ള ഒരു ഇഷ്ടമൊന്നും എനിക്ക് അയാളോടില്ല. എടി മോളെ, എന്നെ ഒളിക്കാൻ വേണ്ടി നീ ഇങ്ങനെ തന്നെ പറയും. പക്ഷേങ്കില് ചങ്കില് കൈവച്ച് പറയാവോടി നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന്, അവന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ മോഹമില്ലെന്ന്? നീ പറയില്ല, നിനക്ക് പറയാൻ പറ്റില്ല. അത് ദാ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആ ചെറുക്കന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിന്നെ പിരിയാൻ അവനും സങ്കടമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ അതങ്ങ് തുറന്നു പറഞ്ഞാല്? അതൊന്നും വേണ്ട ഇക്കാമേ. ശങ്കറിന് എന്നെ പോലെ ഒരാളല്ല വേണ്ടത്. ഇപ്പൊ വന്നിരിക്കുന്നത് പോലെ ഒരു ആലോചന തന്നെയാ അയാളുടെ ഭാവിക്ക് നല്ലത്. അയാളുടെ വീട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയില്ല. അത് നടന്ന ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. പണക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ലത് തന്നെ. പക്ഷേ മനപ്പൊരുത്തമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ? അവന്റെ മനസ്സിൽ കനലായിട്ട് നീ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുമ്പം ഏത് രാജകുമാരിയെ കെട്ടിയാലും അവന് സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട ഇക്കാമേ, ഇനി അതൊന്നും ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ പോലൊരു പ്രാരാബ്ധക്കാരിയല്ല ശങ്കറിന്റെ ഭാര്യയായി വരേണ്ടത്. എനിക്ക് അയാളോട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് പോലെ ഞാൻ ഒരിക്കലും അയാളോട് പെരുമാറിയിട്ടില്ല. അങ്ങനൊരു ഇഷ്ടം അയാൾ പ്രകടിപ്പിച്ചപ്പോഴൊക്കെ ഞാനത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പോലും അറിയിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. മോളെ, ഇക്കാമയോട് കള്ളം പറയാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. ഒരിക്കലും മറ്റാരും ഇത് അറിയാനും പാടില്ല. ഈ ഇഷ്ടം എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. അയാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ആപത്തിൽ എന്നെ സഹായിച്ച ഒരാൾക്ക് നല്ലത് വരാൻ അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? കല്യാണം എന്നൊക്കെ പറയുന്നത് ദൈവനിയോഗമാണെടി കൊച്ചെ. ഇനി നിന്നെയാണ് അവന്റെ തലയിൽ വരച്ചിരിക്കുന്നതെങ്കിൽ അവൻ നിന്നെ തന്നെ കെട്ടും. മണ്ടയ്ക്കാട്ടമ്മ എല്ലാം നന്നായിട്ട് തന്നെ വരുത്തും. എന്റെ മനസ്സിൽ അങ്ങനാ തോന്നുന്നത്. ഓഫീസിൽ ഇതിനു വേണ്ടി നിനക്ക് എന്താടാ ഇത്ര പണി? മുമ്പൊക്കെ കൃത്യം 7 മണിക്ക് വീട്ടിൽ വന്നോണ്ടിരുന്ന ചെറുക്കനായിരുന്നു. ഇപ്പൊ ഇരുട്ട് കൂത്താടിയാലും നിന്നെയും തിരക്കിയിരിക്കണമെന്നായിട്ടുണ്ട്. അതോ ഇനി ഞങ്ങളെ കണ്ണുവെട്ടിച്ച് വല്ല ചുറ്റിക്കളിയും തുടങ്ങിയിട്ടുണ്ടോ നീ? ചുറ്റിക്കളിയോ? ഞാനോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടമ്മേ. സത്യമായിട്ട് ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ടമ്മേ. ഈ മാസാവസാനത്തിന് മുമ്പ് ടാർഗറ്റ് തികയ്ക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോ. ഏതായാലും ഇനി അധികകാലം നിനക്ക് ഇങ്ങനെ ഓടേണ്ടി വരില്ല. അതിനു മുമ്പ് നിന്നെ തളയ്ക്കാനുള്ള എല്ലാ പ്ലാനും റെഡി ആയിട്ടുണ്ട്. തളയ്ക്കാനുള്ള പ്ലാനോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഒന്ന് പോടാ, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ആ ബാഹുലേയും വിളിച്ചിരുന്നു. നിന്റെ അവളുടെയും ജാതകം നോക്കി. നല്ല ചേർച്ചയാത്രേ, 10 8 പൊരുത്തമാണെന്ന്. ഈ മോശങ്ങോടനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി ആ പെണ്ണ് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവമാണോ ഈശ്വര ചെയ്തത്? അമ്മേ പ്ലീസ്, ആ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ്. പിന്നെ എന്ത് ഭാവിച്ചാ അയാൾ ജാതകവും ഗ്രഹനിലയൊക്കെ നോക്കാൻ നടക്കുന്നത്? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അമ്മയും കാത്തു അയാൾക്ക് സപ്പോർട്ടിനും അല്ലേ? ഇപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താണ് നടക്കാത്തത്? ആ ബന്ധത്തിൽ നീ കാണുന്ന കുഴപ്പം എന്തുവാ? അതും കൂടി നീ ഒന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾക്ക്.
അമ്മേ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴെങ്ങും കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. പിന്നെ ആലോചിക്കാതെ? എടാ, നിനക്ക് നിന്റെ വയസ്സ് എത്രയെന്ന് വല്ല ഓർമ്മയുണ്ടോ? 27ാമത്തെ വയസ്സിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ അതിനുള്ള യോഗം 44 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിന്റെ ജാതകത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ പിന്നെ ജാതകം മാങ്ങാ തൊലി, അതിൽ പറയുന്നല്ല സത്യമാണെന്നൊന്നുമില്ല അമ്മേ. എന്നാര് പറഞ്ഞു? ദേ, നിന്റെ അച്ഛന്റെ ജാതകത്തില് ശനി ദശയില് ആയുസ്സിന് നാശമുണ്ടാകാൻ ഇടയുണ്ടെന്ന് പ്രത്യേകം കുറിച്ചിരുന്നു. എന്നിട്ട് അത് അച്ചട്ടായില്ലേ? ആ ജാതകം എഴുതിയ ആള് തന്നെയാ നിന്റെ ജാതകവും കുറിച്ചത്. അതാ എന്റെ പേടി. ഓ, അപ്പൊ എന്റെ ജാതകത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടല്ലേ ഞാൻ ആ ബാഹുലന്റെ മോളെ തന്നെ കല്യാണം കഴിക്കുമെന്ന്? എന്തോന്നാ അമ്മ ഇതൊക്കെ? എന്റെ ലൈഫിനെ കുറിച്ച് എനിക്കും ഇല്ലേ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ? ഓഹോ, എന്റെന്ന് നിങ്ങളുടേതെന്നും ഒക്കെ ആയോ നിന്റെ മനസ്സില്? കേൾക്കണം, എനിക്കിത് തന്നെ കേൾക്കണോടാ. അമ്മ ഇതൊന്നും അറിയണ്ട. എങ്കിലാ പാവം ചങ്ക് പൊട്ടി ചത്തുപോകും. ഞങ്ങളുടെ ഇഷ്ടത്തിൽ കവിഞ്ഞ് നിനക്കൊന്നുമില്ലെന്ന് നീ കൂടെ കൂടെ പറയുന്നത് എന്തിനായിരുന്നു പിന്നെ? അതൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ വെറും മണ്ടികള് അല്ലേടാ? എന്താണ് ഈ ബന്ധത്തിന് നീ കാണുന്ന കുഴപ്പം? ആ പെൺകൊച്ചിന് സൗന്ദര്യമില്ലേ, പഠിപ്പില്ലേ, നല്ല സമ്പത്തില്ലേ? അങ്ങനെ ഒരു കൊച്ചിനെ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച ഞങ്ങൾ ഇപ്പൊ മോശക്കാരായി അല്ലേടാ? വേണം, ഞാനും അമ്മ ഇതൊക്കെ തന്നെ കേൾക്കണം നിന്റെ വായിന്ന്.